ഇന്ന് പോണത് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. മാസം അവസാനമായപ്പോഴേക്കും ഒരുവിധ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് ലീമാക്സിലേക്കാണ് കേട്ടോ. വൈകുന്നേരമാണ് പോണത്. അതുകൊണ്ട് തന്നെ തിരക്കും കാര്യങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അത് അടുത്ത് പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുവിധം പലചരക്ക് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പച്ചക്കറി പിന്നെ അധികമൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ, ഒട്ടുമിക്കതൊക്കെ. അപ്പോൾ പലചരക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ പച്ചക്കറി എടുക്കാൻ പോയപ്പോൾ ഒരുവിധ ഓഫറും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. രാവിലെ പോകണ്ട ഒരു 10 മണിയാകുമ്പോഴേക്ക് പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് എപ്പോഴും പറയണ പോലെ തന്നെ കിട്ടുമായിരുന്നു. ഞാനിന്ന് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരുവിധം പച്ചക്കറികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചു. 2 നാളികേരം കൂടെ എടുത്തു. പിന്നെ തൈര് എടുത്തിട്ട് ഇപ്പോൾ ചൂടല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കേടും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലതാണ് കേട്ടോ കഴിക്കണം, നമ്മുടെ ശരീരം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കും കൊടുക്കാൻ. ഇപ്പോൾ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് സെത്തുമ്പോൾ എന്നെ ട്രോളിയോണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഡയലോഗൊക്കെ ഞാൻ ഷോർട്സിൽ പറയുന്നതൊക്കെ അപ്പടി കാണാതെ പഠിച്ചിട്ട് എനിക്ക് ഇതാ തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് അവൾ ഞാൻ തിരിച്ച് വിളിച്ചിട്ട് അതിന് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബില്ലും ചെയ്ത് നമ്മൾ തിരിച്ച് പോരാൻ നിൽക്കുകയാണ്. ബാക്കിയുള്ള പച്ചക്കറി വാങ്ങുന്നത് നമ്മൾ പാവപ്പടിക്കുള്ള മീൻ മാർക്കറ്റിനോട് ചേർന്നിട്ട് ഒരു പച്ചക്കറി സ്റ്റാളുണ്ട്. അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഒട്ടുമിക്കതും പച്ചക്കറി വാങ്ങുക. ഇവിടെ നിന്നാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളുണ്ട്. ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഒരുവിധം ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റിനൊക്കെ നല്ല വില കുറവാണ്. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ തൂക്കി പിടിച്ച് നമ്മൾ വീട്ടിലെത്തണം. വീട്ടിലെത്തിയിട്ട് ഒന്ന് ഒതുക്കി വെക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. വീട്ടിലെത്തിയ പാടെ ഞാനത് ഒതുക്കി പെറുക്കി വയ്ക്കാൻ നിൽക്കണം കേട്ടോ. നമ്മളിത് വാങ്ങിയിട്ടില്ല, അത് അങ്ങനെ കിടക്കുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എനിക്ക് ആകെക്കൂടെ ഒരു വെപ്രാളാണ്. അപ്പോൾ ഒരു രാത്രി ഉറക്കം വരില്ല. അപ്പോൾ അത് കയ്യോടെ അങ്ങോട്ട് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. പലചരക്ക് കാര്യങ്ങളൊക്കെ അതാത് അടുക്കള എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ചന്താണ്. പിന്നെ അതങ്ങനെ പരന്ന് കിടക്കുമല്ലോ, ഉറുമ്പും വരില്ല കേട്ടോ. അപ്പോൾ പിന്നെ പൊട്ടിക്കാത്തതൊക്കെ ഒരു ബക്കറ്റിലിട്ടേക്കും. ആവശ്യമുള്ളതൊക്കെ ആ പാത്രങ്ങളിലാക്കി വെക്കുന്നുണ്ട്. ഉഴുന്ന് പച്ചരി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനിത് നിറച്ച് റീഫിൽ ചെയ്ത് വെക്കുന്നുണ്ട്. ഓയിൽ, വെളിച്ചെണ്ണ ഈ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ലീമാക്സിൽ ഓഫർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാശായി ഉണ്ടായിരുന്നില്ല കേട്ടോ പ്രാവശ്യം സാധനങ്ങൾ വാങ്ങിയപ്പോൾ. സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫറിൽ കിട്ടും. വലിയ ബൾക്കായിട്ട് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം അങ്ങനെ അങ്ങോട്ട് ഓടിക്കോളും. അപ്പോൾ അതൊക്കെ വാങ്ങി വെച്ച് പാത്രങ്ങളിലാക്കി വെച്ചപ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ. പലതരക്ക് കാര്യങ്ങളൊക്കെ തളക്കിലാക്കി വെച്ച് ഇനി പച്ചക്കറിയാണ് കേട്ടോ. ഇതൊന്നും ഒതുക്കി പെറുക്കി വെക്കണമെങ്കിൽ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. നമ്മൾ വാങ്ങിയിട്ടുള്ള ആ ഒരു ബോക്സ് ഇല്ലേ, അതിനകത്ത് വെച്ചിട്ട് അതിൻ്റെ ബാക്കി ഞാനില്ലേ താഴെ പച്ചക്കറി വെക്കുന്ന ആ ഒരു ബോക്സിലാക്കി അങ്ങനെ ഡംപ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. പിന്നെ ആവശ്യമുള്ളത് എടുത്തോളും. പിന്നെ പെട്ടെന്ന് നാശാവാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് നമ്മൾ മേടിച്ചിട്ടുമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. പച്ചക്കറി ഒരുപാട് വാങ്ങി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചീത്തയായി പോകും കേട്ടോ. അത് പെട്ടെന്ന് എങ്ങനെ നാശാവാന്ന് അറിയില്ല. തക്കാളിയൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുണ്ട് എത്തുമ്പോഴേക്കും എങ്ങനെയാണത് ചീഞ്ഞ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല കേട്ടോ. കിഴങ്ങ് കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ ഇരുന്നോളും. സവാള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു തക്കാളി ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചധികം ദിവസം നിൽക്കും കേട്ടോ, കേട് വരില്ല. അതുപോലെ തന്നെ പച്ചമുളക് വെക്കുമ്പോഴും ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പച്ചമുളക് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ ടിഷ്യൂ പേപ്പർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ദിവസം അങ്ങനെ അങ്ങോട്ട് ഓടിക്കോളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഫ്രിഡ്ജിലും പുറത്ത് വെക്കേണ്ടത് പുറത്തൊക്കെ വെച്ചിട്ട് നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അടിച്ച് വാരി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇനി പോയി ഫുഡ് കഴിച്ച് മേലെഴുകിയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അടുക്കള കിച്ചൺ ശരിയായി. രാവിലെ നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വരണത് കിച്ചണിലേക്കല്ലേ. അപ്പോൾ ആ ഒരു ഫ്രഷസോട് കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ അങ്ങോട്ട് ഒതുക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഫ്രണ്ട്സ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.